എന്തായാലും ഈ സമയമാറ്റം യാത്രക്കാരെ വലിയ രീതിയിൽ വലയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം നിത്യവും ഈ ട്രെയിനുകളെയൊക്കെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ഇത് സമയം തെറ്റി വരുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ പോകുന്നു, ഇതൊക്കെ അവരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അവരുടെ നിത്യജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കണ്ട സ്റ്റണ്ട് സ്റ്റോറിയിലും കണ്ടത്. നമുക്കപ്പം ഓൾ കേരള റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ KJ പോൾ മാൻവട്ടം കൂടി ചേരുന്നുണ്ട്. ശ്രീ KJ പോൾ മാൻവട്ടം, നമ്മൾ ട്രെയിനിനെ ആശ്രയിച്ച് പോകുന്ന ധാരാളം യാത്രക്കാരുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ ടൈം ടേബിളിലെ മാറ്റം അവരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ഒരു കാര്യം. ഇതിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? ട്രെയിൻ യാത്രക്കാര് വളരെയധികം തിരക്കേറിയ ഒരു സമയമാണിപ്പോൾ. പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയുടെ പണികൾ നടക്കുന്നത് ട്രെയിനിൽ, എല്ലാ ട്രെയിനിലും, ഞങ്ങളുടെ ട്രെയിൻ 3-4 എണ്ണം കൂടിയെങ്കിലും യാത്രക്കാരെ വളരെയധികം വർദ്ധിച്ചു. അതിനനുസരിച്ച് ഈ ജനുവരി മുതൽ വന്ന സമയമാറ്റം, അതിനു മുമ്പ് പാലരുവിയുടെ കാര്യം പറഞ്ഞു, പല ട്രെയിനുകളെ പറ്റി പറഞ്ഞു. എന്തായാലും ട്രെയിനുകൾ സമയത്തെത്തുന്നതിന് ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യത്തിലും പലപ്പോഴും ഈ ട്രെയിനെ ആശ്രയിച്ച് തന്നെയാണ് ഞങ്ങൾ ഓഫീസുകളിലേക്ക് എത്തുന്നത്. ഭൂരിപക്ഷം ആളുകളും അതിൽ യാത്ര ചെയ്ത് അവരുടെ ഓഫീസുകളിൽ എത്തുന്നുണ്ട്. അത് തീർത്തും എല്ലാ ദിവസവും എത്തുന്നില്ല എന്നൊന്നും പറയുന്ന രീതിയോട് യോജിക്കുവാൻ എനിക്ക് കഴിയില്ല. എന്നാൽ ഇപ്പോൾ പാലരുവിക്കുണ്ടായ മാറ്റം 15 മിനിറ്റ് വ്യത്യാസത്തിൽ നേരത്തെയാക്കിയപ്പോൾ ധാരാളം സ്ത്രീകളും മറ്റുള്ളവരും 15 മിനിറ്റ് നേരത്തെ ഓരോ സ്റ്റേഷനിൽ എത്തേണ്ടി വരുമ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ റെയിൽവേയുടെ നടത്തിയ ഒരു റിക്വസ്റ്റിന്റെ ഫലം കൂടിയാണ് അത് അങ്ങനെ ആയത്. കാരണം മുളന്തുരുത്തിയിൽ നൽകിയിരുന്ന വന്ദേ ഭാരതിനുള്ള ക്രോസിംഗ് തൃപ്പൂണിത്തറയിലേക്ക് ആക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ റെയിൽവേ ഞങ്ങളുടെ ആവശ്യം സാധിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഈ അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് കൂടുതൽ 15 മിനിറ്റ് ആണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് രാവിലെ എന്നുള്ളതാണ് ധാരാളം ആളുകളും സ്ഥിര യാത്രക്കാരും പറയുന്നത്, അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ആഗ്രഹമുള്ളത്, ഇപ്പോൾ 7:35 പുറപ്പെടുന്ന പാലരുവി കൊല്ലത്ത് നിന്ന് ഒരു 10 മിനിറ്റ് ലേറ്റാക്കി 7:45 40 പുറപ്പെട്ട 4:35 ഇപ്പോൾ പുറപ്പെടുന്നത്. അത് 4:40 അതിനുള്ള അടുത്ത സമയത്ത് റെയിൽവേക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ വെച്ച് തൃപ്പൂണിത്തറ തന്നെ ക്രോസിംഗ് കൊടുക്കണം എന്നാണ് യാത്രക്കാർ ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ ഒരു 10 മിനിറ്റ് വ്യത്യാസത്തിൽ കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട് തൃപ്പൂണിത്തറ എത്തി എറണാകുളത്ത് എത്തണം എന്നുള്ളതാണ് ആവശ്യം. കാരണം തൃപ്പൂണിത്തറ എത്തുന്നത് കൊണ്ടുള്ള ഒരു സൗകര്യം ധാരാളം ആളുകൾക്ക് കാക്കനാട്ടേക്കും കളമശ്ശേരി വരെയുള്ളവർക്ക് മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പം നിലവിൽ ഇപ്പം 15 മിനിറ്റ് നേരത്തെ ആക്കിയത് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് സമയം മാറ്റം വരുത്തണം എന്നുള്ള ഒരു പ്രധാന ആവശ്യം. അതുപോലെ ട്രെയിനുകൾ ലേറ്റ് ആക്കുന്ന 4:38 ആക്കിയത് ഏറനാട്. ആ ഏറനാട് നേരത്തെ ഇങ്ങനെ 4:38 വരുന്നത് കൊണ്ട് പാലരുവിയുടെ പുറകിൽ അവർ വന്ന് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അത് റെയിൽവേ പ്രായോഗികമായി മനസ്സിലാക്കി സൗകര്യപ്രദമായി മാറ്റം വരുത്തി ഏറനാടിന് സ്വല്പം കൂടി ഏറനാട് കഴിഞ്ഞിട്ട് പാലരുവി വിട്ടാൽ ഒരു സ്റ്റോപ്പ് മാത്രമുള്ള ഏറനാട് കൊല്ലത്ത് നിന്ന് കായംകുളത്ത് കൃത്യമായി എത്തുകയും പാലരുവി എക്സ്പ്രസ് കൃത്യമായി തന്നെ മുന്നോട്ട് വന്ന് തൃപ്പൂണിത്തറ വന്ദേ ഭാരതിന് ക്രോസിംഗ് കൊടുക്കത്തക്ക രീതിയിലാക്കുവാൻ കഴിയും എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹവും. കോഴിക്കോട് ഒരു കാര്യം എടുത്താൽ 4 മണിയോടുകൂടി പരശുറാം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. 5 മണിയോടുകൂടിയാണ് അവിടുന്ന് യാത്ര ആരംഭിക്കുന്നത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ മംഗള എക്സ്പ്രസ് വരും. പക്ഷേ ഈ 2 ട്രെയിൻ മംഗളയിലാണെങ്കിലും ഈ അൺറിസർവ്ഡ് കോച്ചുകളിൽ നമുക്ക് കയറാൻ പറ്റുന്ന കോച്ചുകൾ വളരെ കുറവാണ് ടിക്കറ്റ് എടുക്കാത്തവർക്ക്. അത് കഴിഞ്ഞ് 6:15 നേത്രാവതി പോയി കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെ 1:15 വെസ്റ്റ് കോസ്റ്റ് മാത്രമാണ് ഒരു സ്ഥിരം തീവണ്ടി ഉള്ളത്. വന്ദേ ഭാരത് വന്നു ശരിയാണ്, പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ട് യാത്രക്കാർക്ക് അതുകൊണ്ടൊരു കാര്യവുമില്ല.
ഒരു കാര്യം കൂടി പറയട്ടെ, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയട്ടെ. പറഞ്ഞോളൂ. ഹലോ, മറ്റൊരു കാര്യം കൂടി പറയട്ടെ. പറഞ്ഞോളൂ സർ, പറഞ്ഞോളൂ. ഇപ്പോൾ ഈ പാലരിക്ക് ശേഷം ഒരു മെമോ ഉണ്ട്. മെമോ 9:35 ആണ് കയറേണ്ടത്. പക്ഷെ അവിടെ പിടിച്ചിട്ട് സമയം പോകുന്നത് കൊണ്ടാണ് ഈ എറണാകുളത്ത് വന്നിട്ട് വിവിധ പ്രദേശങ്ങളിലേക്ക് പോകേണ്ടവർക്ക് ഒരു 9:20, 25 എത്തത്തക്ക രീതിയിൽ ആ ട്രെയിൻ ഒരു 5 മിനിറ്റ് കൂടി നേരത്തെ എത്തിക്കത്തക്ക രീതിയിൽ പുറപ്പെട്ടാൽ സ്ഥിരം യാത്രക്കാർക്ക് സൗകര്യം ലഭിക്കും. അത് മറ്റൊരു കാര്യം കൂടി, ആ ട്രെയിനിൽ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം കൂട്ടണം, അത് സ്ഥിരമാക്കുകയും ചെയ്യണം. കാരണം പാലരുവിയിലെ അമിതമായ തിരക്ക് കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് റെയിൽവേ എന്ന വലിയൊരു സഹായമാണ് ഈ മെമു ട്രെയിൻ. അങ്ങനെ റെയിൽവേ യാത്രക്കാർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നുണ്ട്. ആ അഭിനന്ദനങ്ങൾ ഒരിക്കലും കുറവല്ല. റെയിൽവേ യാത്രാ സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര തീവ്രമായി ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതിനിടയിൽ ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് ഞങ്ങൾ റെയിൽവേ അധികാരികളെ അറിയിക്കുന്നുണ്ട്. അറിയിച്ചു കഴിയുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അക്കാര്യത്തിൽ ഇപ്പോൾ ഏറനാട് പരശുരാമ കോഴിക്കോട് പോയി 1 മണിക്കൂറോളം കിടക്കുന്നുണ്ട്. അതൊക്കെ ഉള്ള യാഥാർത്ഥ്യങ്ങളുണ്ട്. എങ്കിലും ട്രെയിനുകൾ ഒരു പരമാവധി കൃത്യമായി വരുവാനുള്ള ശ്രമം നടത്തുകയും പാതയിരട്ടിപ്പിക്കലോടുകൂടി അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രെയിനുകൾ സമയത്ത് ഓടുന്നുണ്ട്. അതിൽ ഏതെങ്കിലും വീഴ്ചകൾ ചില സമയത്ത് വരുന്നെങ്കിൽ അത് സ്ഥിരമല്ല എന്ന ബോധ്യവും ഞങ്ങൾക്കുണ്ട്. അപ്പം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം പാലരുവി ഒരു 10 മിനിറ്റ് സമയം കൂടെ താമസിപ്പിച്ച് ട്രിപ്പുകളിൽ തന്നെ ക്ലോസിംഗ് കൊടുത്തക്ക രീതിയിൽ റെയിൽവേ ചെയ്യണമേ എന്നാണെന്ന്. അല്ലാതെ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായങ്ങളും അവർ നേരിടുന്ന പ്രയാസങ്ങളും ഞങ്ങളെ അറിയിക്കാം. താഴെ നമ്പർ കോൾ ചെയ്യുന്നുണ്ട്, അതിൽ വിളിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് കോഴിക്കോട് നിന്ന് അരുൺ ഉണ്ട്. അരുൺ കേൾക്കാമോ? കേൾക്കാം. അരുൺ എന്താ ചെയ്യണത്? ഞാനിവിടെ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ് കോഴിക്കോട്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് എന്റെ വീട് കൊച്ചിയിലാണ്. അപ്പൊ സ്ഥിരമായിട്ട് വന്ദേ ഭാരതാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറ്. പക്ഷെ ഈ വണ്ടി ഇന്നും 25 മിനിറ്റോളം ലേറ്റ് ആണ്. 4:28 കോഴിക്കോട് എത്തേണ്ട വണ്ടിയാണ്, ജസ്റ്റ് എത്തുന്നേ ഉള്ളൂ. അപ്പൊ ഇത് കേറിയിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് ഡെയിലി പോയി വരുന്ന ആൾക്കാരാണ്. ഇന്ന് ഡിലേ ഉണ്ടായിട്ടുണ്ട്. അതെ. ഇന്ന് മാത്രമല്ല, മിക്കവാറും ദിവസങ്ങളിൽ 5-10 മിനിറ്റ് ഒക്കെ ലേറ്റ് ആണ്. അപ്പം എല്ലാ ദിവസവും ഇത് തന്നെയാണോ? എല്ലാ ദിവസവും വന്ദേ ഭാരതിനാണോ പോവാറ്? മിക്കവാറും വന്ദേ ഭാരതാണ് നമ്മൾ എടുക്കാറ്. ഇത്തരം പ്രീമിയം കസ്റ്റമേഴ്സ് ഒക്കെ മിക്കവാറും ഡിപ്പെൻഡ് ചെയ്തൊരു വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ ചെറിയ ലേറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് വാഹനങ്ങൾ 5-10 മിനിറ്റ് സമയക്രമീകരണങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് അറിയുന്നത് എല്ലാ വർഷവും. മറ്റ് ട്രെയിനുകളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ പരശുരാമ അല്ലെങ്കിൽ നേത്രവാദി ഒക്കെ വെച്ച് നോക്കുമ്പോൾ മറ്റ് ട്രെയിനുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ വന്ദേ ഭാരത് ആണെന്ന് തോന്നുന്നു. അത്ര പിടിച്ചിടാറില്ലെന്ന് തോന്നുന്നു. അത്രയും പിടിച്ചതല്ല, പക്ഷെ നമ്മള് മറ്റുള്ള വാഹനങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ മീൻസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് ഈ വന്ദേ ഭാരത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള നമ്മുടെ ടിക്കറ്റ് ഫെയറും അതിനനുസരിച്ച് കൂട്ടിയാണ് കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ടൈം കൺസ്യൂമിങ്ങിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് റെയിൽവേ ഇവർക്ക് ആൻസറബിൾ ആണ് പാസഞ്ചേഴ്സിന്. അപ്പൊ ആ കാര്യം ഒന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ട്രെയിൻ വന്നോ, കേറിയോ? ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ. ശരി ആരും. എന്തായാലും ആളുകളുടെ ബുദ്ധിമുട്ടുകളാണ് അവർ പറയുന്നത്. കൃത്യസമയം പാലിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും അതേപോലെ പഴയ സമയക്രമം വേണമെന്ന് പറയുന്നവരും നിരവധിയാണ് ഉള്ളത്. എന്തായാലും അത് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. സമയക്രമം മാറ്റിയിട്ടും റെയിൽവേ ടൈം ടേബിൾ മാറ്റിയിട്ടും ഒരു മാറ്റവും യാത്രക്കാരുടെ ദുരിതത്തിന് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിച്ചപ്പോഴും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴും മനസ്സിലായത്. യാത്രക്കാർക്ക് ഇരുന്ന് പോകാം എന്നുള്ളൊരു അതൊക്കെ ഒരു സ്വപ്നമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. നിന്ന് എങ്ങനെയെങ്കിലും പിടിച്ചൊന്ന് കയറി പോകാം എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ അതും ഇല്ലാതായിരിക്കുകയാണ്. എറണാകുളത്ത് നിന്ന് അജിത്ത് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അജിത്ത്, എന്താണ് ചെയ്യണത്? ഹലോ, ഞാൻ തിരുവനന്തപുരം ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. ശരി, ഇവിടെ എറണാകുളം കണ്ടു. തിരുവനന്തപുരത്താണോ? എറണാകുളമാണ് എന്റെ വീട്. ഞാനത് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന പലപ്പോഴും ജനശതാബ്ദിയിലാണ്. പലപ്പോഴും ട്രെയിൻ ലേറ്റ് ആയിട്ടാണ് വരുന്നത്, പറഞ്ഞ സമയത്ത് എത്തുന്നില്ല. അങ്ങനെ ഓഫീസിൽ എത്താനൊക്കെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരു തിരിച്ചിങ്ങോട്ടുള്ള
തിരുവനന്തപുരത്തു നിന്നുള്ള തിരിച്ചുള്ള യാത്രയും ഇതുപോലെ തന്നെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് എങ്ങനെയാ എപ്പോഴാണ് വെള്ളിയാഴ്ച എങ്ങനെയാണ് പോവാറ്? ജനശതാബ്ദി ഉണ്ട് ഒരു അതെ വീക്കെൻഡില് 2:40 ജനശതാബ്ദി ഉണ്ട്, 2:55 അതിനാണ് യാത്ര ചെയ്യുന്നത്. അത് പക്ഷേ ടൈമിൽ നമുക്ക് ട്രെയിനിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ അത് എറണാകുളത്ത് എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. പലയിടത്തും നിർത്തിയിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഇത് എറണാകുളം എത്തുന്നത്. ഒരു സമയവും തിരിച്ച് ഇവിടുന്ന് 9:40 ജനശതാബ്ദി എറണാകുളം ടൗണിൽ നിന്ന് പുറപ്പെടുന്നത്. പലപ്പോഴും 9:40 ട്രെയിൻ പുറപ്പെടാറില്ല, 10 മണി കഴിഞ്ഞ് 10:30 കഴിഞ്ഞിട്ടൊക്കെയാണ് ട്രെയിൻ പലപ്പോഴും പുറപ്പെടുന്നത്. ഇവിടെ എത്താൻ ലേറ്റ് ആവും അല്ലേ? ഓഫീസിൽ ലേറ്റ് ആവും, ഓഫീസിലെത്തുന്നത് ലേറ്റ് ആവും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനോട്. ശരിയാണ്. എന്നാലും 1-2 ആൾക്കാരുടെ മാത്രം ഒരു പ്രയാസവും ദുരിതവുമല്ല, എത്രയോ ആളുകൾ. കാരണം റെയിൽവേ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ നമുക്ക് ആർക്കും കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് പല പരാതികളും യാത്രക്കാർക്കുണ്ട്. അതാണ് ഒരുപക്ഷെ അധികൃതർ ഇത് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.